അവിടെ പറടിച്ച വേറെന്തുണ്ട് കഥ പറ. എന്തൊക്കെ അതെ ലൈസൻസ് കിട്ടി പാങ്ങായി. പാങ്ങായില്ലേ? പാങ്ങുന്നില്ല പറയും നിങ്ങളല്ലേ? റാത്തായി 2 കൊല്ലത്തിന് മുകളിൽ ബാക്കിൽ അടക്കം തുടങ്ങിയിട്ട്. ഇപ്പൊ ഗ്രോസറി ഇറങ്ങി വണ്ടിയെല്ലാം എടുത്ത് ക്ലിക്കായി. ഇന്നലെ പോയ എയർപോർട്ടിൽ പോയി എന്നാ മോനെ ഇണ്ടേനി. പിന്നെ പിന്നെന്താ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ടെസ്റ്റിന്റെ ബാക്കിൽ വായുന്നുണ്ടേ. അടുത്ത മാസം എന്തായാലും ലാസ്റ്റോടെ ഇറങ്ങും. ഒരു പണി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒക്ടോബർ 10 അതിന് കയറും. ഒരു 10 ദിവസം കിടന്നുറങ്ങി ലീവ് എടുത്ത് ലൈസൻസ് കിട്ടിയതിനോട് എന്തായി ഒരു മാറ്റം ഇറങ്ങാൻ തീരുമാനിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങുന്നു. നിനക്കറിയുന്നല്ലോ ഞാൻ ഇപ്പോൾ ലൈസൻസ് കൊടുത്തിരുന്നത്. എന്തായാലും സെറ്റായി. അടിപൊളി. ഇതാണ് ലൈസൻസിനെ കൊണ്ടൊരു കോണം അല്ലേ? ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി തന്നെ ഗ്രോസറിയുള്ള ഒരു ആൾക്കാരും ഇതിനുവേണ്ടി കഷ്ടപ്പെടുക. അതിനായി ഗ്രോസറിൽ നിൽക്കുന്ന തന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ വേഗം നമ്മള് ആ പൈസനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യുന്നതിന് പകരം നമ്മള് സ്റ്റാൻഡ് കണ്ടെത്താം. ഈ അർബാക്ക ഈ എന്താ പറയാ, നമ്മളിപ്പോ ഒരു കൊറേ ബ്രാഞ്ചിലെ എന്താ പറയാ ഈ കത്തിയില്ല നോക്ക്, കൊറേ ബ്രാഞ്ച് ഉണ്ട് ഐറ്റിങ്ങൾക്ക്. ഓരോന്നും ഇങ്ങനെ കൂടുന്നോളും എന്താ ബ്രാഞ്ച് കൂട്ടിയ പണിക്കാരൊപ്പം എന്താവും അങ്ങനെ ഉണ്ടാവും. നമ്മള് വേറൊരു ശമ്പളവും കൂടൂല, അങ്ങനെ കിടക്കും. അപ്പൊ സെറ്റ്. അതാണ് ഇപ്പൊ ഗ്രോസറിയിൽ 3.5 വർഷമായി ശമ്പളം കുറവാണ്. ഈ ഒരു സാധനം കൊണ്ട് നമുക്ക് അത് കൊടുത്ത്